ഹലോ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് നമുക്ക് ചെയ്യാനായിട്ടുള്ളത് ഒരു 2 kg വെഡ്ഡിങ് കേക്കാണ് കേട്ടോ. ഈ ഒരു കേക്ക് വന്നിട്ട് നമ്മൾ ചെയ്തേക്കുന്നത് വൈറ്റ് ഫോറസ്റ്റിലാണ്. കസ്റ്റമർ നമുക്ക് തന്നിട്ടുണ്ടായിരുന്ന ടോൾ കേക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ. ആ ഒരു ടോൾ കേക്കിൻ്റെ സെയിം ഡിസൈനിൽ നമ്മളെടുത്ത് 2 ടയർ ആക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിങ്ക് കളറ് ചെറുതായിട്ട് ഇങ്ങനെ ഇടയിലൊരു ഫ്ലോറൽ പോലെ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ഇതുമേ ചെയ്യാനായിട്ടുള്ളത് ഫ്ലവേഴ്സ് വെക്കാനുണ്ട്. പിന്നെ ഇതുപോലെ ഗോൾഡൻ എഡിബിൾ ലീവ്സ് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മുടെ നെയ്ബറിൻ്റെ കല്യാണമാണ് കേട്ടോ. അപ്പോൾ നമുക്കും കല്യാണം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കേക്കെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ട് വേണം നമുക്ക് കല്യാണത്തിന് പോകാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എഡിബിൾ ലീവ്സ് ഒക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് 2 സൈഡിലും 3 സൈഡിലാണ് ഫ്ലവേഴ്സ് വെക്കാനായിട്ടുള്ളത്. പക്ഷേ എനിക്ക് 3 സൈഡിൽ മാത്രമായിട്ട് വെച്ചപ്പോൾ എന്തോ ഒരു കുറവ് പോലെ തോന്നിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഒരു സെൻട്രലായിട്ട് അവിടെയും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഒറിജിനൽ ഫ്രഷ് ബഡ്സ് ഫ്ലവർ ആണ് കേട്ടോ. ഞാൻ പൊതുവേ ഇങ്ങനെ ഫ്രഷ് ഫ്ലവേഴ്സ് കേക്കിൻ്റെ മുകളിൽ വെക്കാറില്ല കേട്ടോ, കുറവാണ് വെക്കുന്നത്. ഞാൻ എപ്പോഴും ഇങ്ങനെ നമുക്ക് ഷോപ്പിൽ നിന്ന് മേടിക്കാൻ കിട്ടുന്ന ഈ ഇങ്ങനത്തെ ഫ്ലവേഴ്സാണ് വെക്കാറ് കേട്ടോ. ഒറിജിനാലിറ്റി തോന്നിക്കുന്ന ടൈപ്പ് ഫ്ലവേഴ്സാണ് വെക്കാറ്. ഇതെനിക്ക് ബക്കറ്റും കൂടി ചെയ്യാനായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഓൾറെഡി ബാലൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇതന്നെ യൂസ് ചെയ്തത് കേട്ടോ. പിന്നെ നമ്മളിതാ ഇതുപോലെ ഒരു ഗോൾഡൻ ഒരു ചെറിയൊരു ഫോക്സ് ബോൾ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പിന്നെ ഇതുപോലെ മിസ്റ്റർ ആൻഡ് മിസ്സിസ് എഴുതിയിട്ടുള്ള റിങ് പോലുള്ള ഈ ഒരു സ്റ്റിക്കും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കേക്കിന്റെ ഫൈനൽ ലുക്ക്. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കാൻ. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.